ഇത് പോകുന്നു ഹോസ്പിറ്റലിൽ ബയോപ്സി ചെയ്തു, അൾട്രാസൗണ്ട് മാമോഗ്രാം ആദ്യം ചെയ്തു, അതിനുശേഷം ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് ലെഫ്റ്റ് ബ്രസ്റ്റിലായിരുന്നു ആദ്യം ബയോപ്സി ചെയ്തത്. ചെയ്ത സമയത്ത് വളരെ പേഴ്സണൽ ആയിട്ട് ഉള്ള ഒരു സംഗതിയാണ് അത്. എന്റെ ഇഷ്ടപ്രകാരം വന്ന് നാളെ ഒരു ഇനോഗ്രേഷൻ ഉള്ളതായിരുന്നു തൃശ്ശൂർ, പക്ഷേ ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കത്തില്ല. അത് അവരുടെ ആര് സമ്മതിക്കുന്നില്ല? ഡോക്ടേഴ്സ് സമ്മതിക്കുന്നില്ല. അതെന്ത് ഡോക്ടേഴ്സ് എന്ത് സമ്മതിക്കാത്ത എന്തുവാ? രേണു ഒരു ഇനാഗ്രേഷന് പോകുന്നു, രേണുവോട് ഇനാഗ്രേറ്റ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതിനകത്ത് ഡോക്ടേഴ്സിന് എന്ത് കാര്യം? ഡോക്ടേഴ്സ് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അപ്പോൾ ഒരു ചോദ്യം എന്തുമായിരിക്കും? ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉറങ്ങുന്ന ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും റീൽസ് ആയിട്ടും ഈവൻ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീണ്ടും റീൽസ് എടുത്ത് ചിത്രീകരിക്കാനും അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമന്റുകൾ വ്യക്തമായിട്ട് പിക്ക് ചെയ്തെടുത്ത് അവർക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് സ്റ്റോറി ഇട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന രേണുവിന് എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷന് നമ്മളായ നാട്ടുകാർക്കിടയിലേക്ക് പാസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല? അതെന്താ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണ്ട. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞ അത്ര കടുത്ത ഭാഷയിലാണോ? അവിടുന്ന് വലിയ വിമർശനങ്ങളാണ് നേരിട്ടത്, അത് കേസുമായിട്ട് ഇനി അവർ പോകുന്നതാണ്. എന്തുകൊണ്ടത് പറയുന്നില്ല? അപ്പോൾ അത് അറിയാനും പറയാനുമായിട്ട് ജനങ്ങൾക്ക് ആഗ്രഹം കാണത്തില്ലേ? അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോക്കകത്ത് അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് രേഖപ്പെടുത്തോ. ഈ രേണുസുതി മാത്രമല്ല ഇതുപോലൊരു ക്യാൻസർ സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ആ പെണ്ണിനോട് ഈ പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം ഡേ ബൈ ഡേ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ എന്താണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെ അറിയാം. ഈ കയ്യിൽ കിടക്കുന്ന സാധനം ഇട്ട് ആട്ടി ആട്ടി തട്ടി തട്ടി ഇട്ട് കാണിക്കുന്ന ഓരോ പരിപാടികളും അതിനകത്ത് എന്ത് യുക്തിയുള്ള? കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ വേണമെങ്കിൽ പറയായിരിക്കും അത് മനസ്സിനെ ദൃഢപ്പെടുത്താനും ഉല്ലാസത്തോട് ഇരിക്കുമ്പോഴത്തേന് കാണുന്ന ആൾക്കാർക്കും അതായത് വീട്ടുകാർക്കും സന്തോഷം വരാൻ വേണ്ടിയിട്ടും ചിലപ്പം ഞാൻ കാണിക്കുന്ന ഒരു കാര്യമായിരിക്കുന്നു. എന്തിന് ഒരു ക്യാൻസർ വന്ന പേഷ്യന്റ് എന്തായിരിക്കും എന്നുള്ളത് ഈ രീതിയിലൊന്നും അല്ല മാർക്കറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇതിനകത്തോടെ രണ്ട് തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയായിരിക്കും കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അതിൽ ഒരു തരം ഇപ്പം നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവർക്ക് മാത്രമല്ല, ഈ ഡോക്ടേഴ്സിനും. കാരണം ഒരു ഡോക്ടർ ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ പേഷ്യൻ്റ് ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഈ കയ്യിലിട്ടിരിക്കുന്ന സാധനം വെച്ചിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് രേണു ഈ കാണിക്കുന്നതിനകത്ത് രേണു രാവിലെ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രേണുവിൻ്റെ സങ്കടങ്ങളെല്ലാം എടുത്ത് റീൽസിനകത്ത് പറയും. ഈ സങ്കടം റീൽസിനകത്ത് പറയും. അതങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ വീഡിയോ കാണാം. ഓരോ ഭാഗങ്ങളായിട്ട് കണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ആദ്യം നമുക്ക് ഡാന എന്തൊരു പേര്? ഡാന വളരെ പേഴ്സണൽ ആയിട്ട് ഉള്ള ഒരു സംഗതിയാണ് അത്. എന്റെ ഇഷ്ടപ്രകാരം രേണു ചെയ്യുന്ന രേണുവിന്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഒരു യൂട്യൂബ് ചാനലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോ നമ്മൾ പലരും സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് എല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ഡെയിലി ലൈഫ് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവരാണ്. ഒരു പോയിന്റില് രേണുവും കിച്ചും എല്ലാം ബ്ലോഗ്സ് എടുത്ത് തുടങ്ങിയ ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് അവർ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അവർ ഷെയർ ചെയ്യുന്നു. എത്രയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, നമുക്കറിയാമല്ലോ. അതിന്റെ ഭാഗമായിട്ട് അവരൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. അത് പ്രേക്ഷകരിലേക്ക് മാസവതരിലേക്ക് എത്തുന്നു. ഇതൊക്കെ ഇത്രയധികം ന്യൂസും കാര്യങ്ങളും പോവാൻ അതെല്ലാവരും കാണുന്നു എന്നുള്ളൊരു വലിയ തെളിവാണ്. പിന്നെ എന്ത് പച്ചയ്ക്ക് നല്ല സംഭവബഹുലമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ കാണിക്കുന്ന മൊത്തം അപരാധമാണെന്ന് കാണുന്നവർക്കല്ലേ അറിയാവൂ. ഡെയിലി ഈ വ്ളോഗ് ചെയ്യുന്നവർ വന്നിട്ട് അവർക്ക് താഴെ വരുന്ന കമന്റുകൾ നെഗറ്റീവുകളെല്ലാം പിക്ക് ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ട് അവരൊരു വീഡിയോ ആയിട്ട് ഇടുവല്ലേ ഡേ ബൈ ഡേ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഡെയിലി രാവിലെ വന്നിട്ട് ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഈ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നാട്ടുകാരോട്ട് പറയുന്നതല്ലേ വലിയൊരു കാര്യമായിട്ട് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തോ ഈ കാണിക്കുന്നതെന്നും ഇവരെന്തോ ഈ പറയുന്നതെന്നുള്ളൊരു കാര്യം. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കൂടെ ഈ കോള് വരുന്നത് സത്യം പറഞ്ഞാൽ എയർപ്ലാൻ മോഡ് ഓൺ ചെയ്തിട്ട് ഇമാതിരി പരിപാടികൾ ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് കോള് വന്നൊരു വലിയ കഷ്ടം തന്നെ കേട്ടോ. ഞാനത് എയർപ്ലാൻ മോഡ് ഇട്ടങ്ങ് അവസാനിപ്പിച്ച്. അപ്പം ഈ സംഭവബഹുലമായിട്ട് പറയുന്ന കാര്യങ്ങൾ രേണുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേന് രേണു ഇത് കംപ്ലീറ്റ്ലി റീച്ചും ഇത് വെച്ചിട്ട് ആൾക്കാർ വീണ്ടും സംസാരിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഇവരെ കൂടെ നിന്നിട്ടുള്ള ഒരു പള്ളിയിലച്ചൻ്റെ അവസ്ഥ പോട്ടെ, എന്തുവാണിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നാഴികയ്ക്ക് 40 വട്ടവും അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ അവരെ ഒരു സൈബർ അറ്റാക്കിന് വേണ്ടി ഇട്ടുകൊടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന നോവൽ ഫിലിപ്പ് അമ്പലവയൽ. ഇപ്പോഴെങ്ങനെയാ? ഇപ്പൊ സ്വന്തമായിട്ട് ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുക. അത് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും കാര്യങ്ങൾ. എന്താ, നമ്മൾ ആ പെണ്ണിന്റെ രോഗത്തെ മാനിക്കുന്നു. ആ പെണ്ണിന്റെ മാത്രമല്ല ആ രോഗമായിട്ട് സർവൈവ് ചെയ്യുന്ന എല്ലാവരെയും മാനിക്കുന്നു. നമ്മൾ ആ രോഗമുള്ളവരെ മാനിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ നമ്മളൊന്ന് സമാധാനപ്പെടുത്തി ഇരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ആ രോഗമായിട്ട് നിൽക്കുന്നവരെല്ലാം ഒരേപോലാണെന്ന് കാണുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. അല്ലേ? അങ്ങനല്ലേ വേണ്ടത്? ഇത് ചിലപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഇതേ രീതിയിലുള്ള ഒരു ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റിന്റെ അവസ്ഥ വളരെ ദുഃഖകരമായിരിക്കും. അപ്പം അപ്പോഴത്തേക്കിന് ഈ ചിലപ്പോൾ അപ്പുറത്തുള്ളവർ പറയും അവിടെ അത്ര വിഷമിക്കേണ്ട കാര്യം എന്തുവാ? കണ്ട രേണുസുതി കണ്ടില്ലേ, അതുണ്ടായിട്ട് അവിടെ കിടന്ന് ചാടി കളിക്കുവാണല്ലോ, പിന്നെന്തോ അവർക്കത്ര വേദനയും അവർക്കത്ര അസുഖമാവേണ്ട കാര്യം എന്തോ ഇതിനകത്ത്?
ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് ആ രീതിയിൽ തന്നെയല്ലേ കറങ്ങി എടുക്കത്തുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാമല്ലോ. അതുകൊണ്ട് ഈ സ്റ്റോറിക്കകത്തും ഈ വീഡിയോയ്ക്കകത്തൊക്കെ ഈ കറക്റ്റായിട്ട് ഈ സാധനങ്ങൾ എടുത്തു വെച്ച് ഇപ്പോൾ റീൽ ഞാൻ കാണിച്ചതിനകത്ത് ഈ ഒരു സാധനം എടുത്തിട്ട് കറക്റ്റ്, അതായത് നിങ്ങൾക്ക് ആ വീഡിയോ എൻ്റെ ഭയങ്കര ധൈര്യമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇടുന്നത് ഒരു സൈഡിൽ കൂടെ ഞാൻ മുന്നോട്ട് വരാൻ കാണിക്കുന്നു എന്ന് പറയുന്ന രേണു, അതേ സൈഡിൽ കൂടെ തന്നെ ഇത് ആൾക്കാർക്കിടയിലേക്ക് ഒരു ചർച്ച ഉണ്ടാകാനായിട്ട് നിങ്ങൾ നോക്കണം. ആ കൈ തന്നെ എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് കാണിക്കുന്നു. ഈ കൈയാണ് രേണുവിന് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് രേണു പറയുന്ന ഒരു കാര്യം. അത് കൃത്യമായിട്ട് നമ്മളെ എടുത്ത് കാണിച്ച് അതൊരു കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സാധനം അല്ലേ. അതൊക്കെ എടുത്ത് കാണിച്ച് കരയുക, വീഡിയോ എടുത്ത് വെച്ച് കരയുക. നമുക്ക് ആർക്കും കരഞ്ഞിൽ കാണേണ്ട ആവശ്യമുണ്ടോ? കാരണം ആ കരച്ചിൽ കണ്ട് നമ്മൾ സെന്റി അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും രേണുവിന്റെ അടുത്ത വീഡിയോ കാണാനായിട്ട് പോകുന്നത്. ഇതേ കൈയാ കണ്ടല്ലോ, ഇതേ കൈക്കകത്ത് രേണുവിന് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് ആ പെണ്ണ് കളിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? കൈക്ക് വേദനയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണോ അത്? നമുക്ക് അറിയാമല്ലോ, കൈക്കൊരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് മാറ്റിയായിരിക്കും. ഭയങ്കര വേദന, ഈ കൈ പോലും പൊക്കാൻ പറ്റത്തില്ല, കണ്ടോ ഇട്ട് ആട്ടുന്നത്. അതിനകത്തിട്ട് മണി അടിക്കുക, അമ്പലമണിയാ, ദീപാരാധനയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വലിയ കഷ്ടമാണ് കേട്ടോ. കണ്ടാ അത് കിടന്ന് തുള്ളുക. ഈ പെണ്ണിനെ ഞാൻ എന്തോ പറയണം, പിന്നെ എന്തോ പറയണം ഇവിടെ. രോഗഭേദമാവട്ടെ, രോഗത്തെ ഇപ്പം മാറ്റി ഒരു അടുത്തോട്ട് നട്ടിട്ട് രേണുവിന് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ്. ഈ ഹോസ്പിറ്റലുകാർ ഇപ്പം പറഞ്ഞതിന് വല്ല കുറ്റമുണ്ടോ? ഹോസ്പിറ്റലുകാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്തുമായിരിക്കും? ഈ അതെടുത്ത് വെച്ച് വീണ്ടും ഡാൻസും പാട്ടും കൂത്തും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു രോഗം മാറണമെന്നുണ്ടെങ്കിൽ രോഗിയും കൂടെ വിചാരിക്കണം. രോഗി രാവിലെ എഴുന്നേറ്റ് ഉച്ച വരെയുള്ള റീൽസിനകത്ത് സന്തോഷവും ഉച്ച കഴിഞ്ഞിട്ടുള്ള റീൽസിനകത്ത് സാഡും ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു കാണിക്കാൻ വേണ്ടിയിട്ടാണ്? എന്നിട്ട് അതിനുശേഷം അടുത്ത് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് പബ്ബ്. എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ്, ഈ സൈഡും കളഞ്ഞ്, ദാ ഈ സൈഡും കളഞ്ഞ്. വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതി സീരിയസ്ലി ഈ ഒരു സാധനം കണ്ടിട്ട് എനിക്കൊരു മനസ്സിനൊരു ഇത് തോന്നുന്നൊന്നുമില്ല കേട്ടോ. ഇവരിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ വേദന കാണിക്കുന്നു, മറ്റേ സന്തോഷം, ഈ സൈഡിൽ കൂടി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനെ ഇനി ഈ രോഗം ഐഡന്റിഫൈ ചെയ്യുന്നവരെടുത്തൊക്കെ ആദ്യം എത്തുന്നത് അവരുടെ രൂപത്തിന്റെ കാര്യമായിരിക്കും. സത്യത്തെ കാര്യമായാലും ഈ രൂപത്തിൽ ആരും എത്താതിരിക്കട്ടെ, ദൈവം സഹായിച്ച് ആരും എത്താതിരിക്കട്ടെ, ആരും വരാതിരിക്കട്ടെ. പക്ഷെ ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലും നേച്ചറിന്റെ കയ്യിലും ഇരിക്കുന്ന ബാക്കി കാര്യം. അതിനകത്ത് മനുഷ്യരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മാൻ പവർ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാലും, നമ്മളിപ്പോൾ വയനാട് സംഭവം കണ്ടില്ല, എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമിക്ക് മണ്ണിനൊരു അല്പം ഇടിച്ചിൽ വരണമെന്ന് തോന്നുന്ന ഇടിയും. ആ ഇടിയുമ്പോഴത്തേന് അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് മണ്ണിനറിയത്തില്ല, നേച്ചറിനറിയത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ രോഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ആ രോഗം ഇരിക്കട്ടെ, അവന് തിരിയതല്ലേ, അവൻ ആ സാധനം ഇരിക്കും, അത്രേ ഉള്ളൂ. ആർക്ക് വേണേലും വരാം. അതുകൊണ്ട് നമ്മൾ ആ രോഗത്തെ മാനിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ രോഗം വരുന്നവർക്ക് വീണ്ടും വേണം എന്തുവാ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ അവർ ആ ഒരു, ഞാൻ ഈ കാർഡ് മേടിക്കാൻ പോകുന്നൊരു വീഡിയോ ഇടാം, അവരത് ചെക്ക് ചെയ്ത് സാധനം മേടിക്കാൻ പോകുമ്പോൾ അവരുടെ മുന്നിൽ ആദ്യം ഒരു രൂപം വരും. ഈ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, മുടി പോകുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേനെ അത് ആ ഹോസ്പിറ്റലിനും ആ ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഒന്നും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഈ കാണിക്കുന്ന ഒരു കാര്യം. പോസിറ്റീവായിട്ട് അവർ രേണുവിനെ കാരണം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ എന്നൊന്നും ഒരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. അത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള സാധനമാണ്. ബാക്കി കൂടെ കാണാം. ാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോമോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഇനി കൂട്ടു കൊടുക്കില്ല, ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ഇതാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് എന്തുവാ ഈ സാധനം എനിക്കങ്ങേ അനക്കാൻ പറ്റാത്ത വേദന. ഞാൻ ഈ 2 വാക്ക് ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾ എന്നെ ആ രോഗത്തെ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എൻ്റെ കൊണ്ട് കമന്റ് ഇടല്ലേ. ഞാൻ നിങ്ങൾക്ക് 2 റീൽ അതുകൊണ്ട് ആദ്യമേ കാണിച്ചത്. അനക്കാൻ പറ്റാത്ത വേദന എന്ന് പറയുന്ന ആ കൈ കൊണ്ട് കാണിക്കുന്ന ഒരു പേക്കൂത്തല്ലേ നിങ്ങൾ കണ്ടത്. ഇതൊക്കെ കാണുന്ന ഡോക്ടേഴ്സ് ഒരു രോഗം ഭേദമാണെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? രോഗി തന്നെ വിചാരിക്കണം. ഡോക്ടേഴ്സ് എത്ര മലക്കം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വലിയൊരു പ്രയോജനം ഉണ്ടാകുന്നൊരു കാര്യമില്ല. ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് എന്തോ പറയാനാ, എന്തോ ചെയ്യാനാ? ഒരു സൈഡിൽ കൂടെ അനക്കാൻ പറ്റാത്ത വേദന അതെടുത്ത് വെച്ചിട്ട് സത്യം ഈ കയ്യിലിട്ടിരിക്കുന്ന സാധനമാണ് ഇവരുടെ പബ്ലിസിറ്റി. ഇപ്പം ജെനുവിനായിട്ട് പറയുവാണ്, പറയണമെന്ന് വെച്ചിരുന്നേ കഴിഞ്ഞ കുറേ റീലായിട്ട് കാണുന്നുണ്ട്, കണ്ടുമടുത്തോണ്ടേ ഞാൻ പറഞ്ഞത്. അതാ ഇപ്പം ഏറ്റവും വലിയ പബ്ലിസിറ്റി. അതിനിടയിൽ കൂടെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇനാഗ്രേഷന് പോകുന്നു. അടുത്ത അയൺ ലേഡി. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ, ആരെ കാണിക്കാൻ, സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടി കാണിക്കുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ഇപ്പോൾ ആ രോഗത്തെ വിൽക്കാനായിട്ട് സത്യം. കാരണം ഇതുപോലൊരു റീൽസ് ഇടുന്നതിന് മുമ്പ് ഈ ഒരു രോഗാവസ്ഥ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പും, അതായത് ഈ ഇൻ ബിറ്റ്വീൻ ഉണ്ടല്ലോ ഈ കാലയളവ്, ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ 2 സമയത്തും രേണു സുധി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഫ്ലോപ്പായിരുന്നു.
രേണുസുധിയുടെ വീഡിയോയ്ക്ക് റീച്ച് ഇല്ലായിരുന്നു, രേണുസുധിക്ക് ലൈക്ക് ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ലൈക്കിലും റീച്ചിലും വീഡിയോസിലും വിമർശനത്തിലും മാത്രം ഒതുങ്ങി നിന്ന ഒരു രേണുവിന് ഒറ്റയടിക്ക് ഈ സാധനങ്ങൾ കണ്ടപ്പോഴത്തേനും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ആ സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് രേണു അടുത്തൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നെഗറ്റീവ് അടിക്കുന്ന ഒരു കോണ്ടന്റ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ എന്തോ പറ്റി, ആ ഇൻബിറ്റ്വീൻ കാലയളവിനകത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് നെഗറ്റീവ് അടിച്ച്, നേരത്തെ ഉള്ളതിനെക്കാട്ടിലും എക്സാക്ട് രീതിയിൽ നെഗറ്റീവ് അടിച്ച്. ഒരു രോഗിയോട്, അത് ഇതുപോലെ സർവൈവ് ചെയ്യുന്ന ഒരു ലേഡിയോട് ജനങ്ങൾക്ക് ഇതുപോലെ കമൻസ് ഇടണമെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അടിച്ചിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓറ എന്താണെന്നുള്ളത്. നേരത്തെ ഓറയൊക്കെ എടുത്ത് ഇപ്പോൾ ഓറയായിട്ട് മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല പള്ളിയിലച്ഛനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കി. അദ്ദേഹം കേട്ട പാതി കേൾക്കാത്ത പാതി വന്നിട്ട് കൈ കിട്ടിയതും വായി കിട്ടിയതും കയറിയതും മരിച്ചതും പിടിച്ചതും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒരു വീഡിയോ അടിച്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നു? അയാൾക്ക് ഇതിൻ്റെ കാര്യമുണ്ടോ? ഞാൻ ഇപ്പോഴും ചോദിക്കുക. എന്നാൽ അവരെ രേണുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റികൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തി അദ്ദേഹമായിരുന്നു. ഓടി വന്നിട്ടും ഞാൻ മറ്റേതാണ്, ഞാൻ മറ്റേ പവിഴമാണ് എന്നൊന്നും പറഞ്ഞു നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ആണ്ടവർക്കും കേട്ടവർക്കും അറിയാം അദ്ദേഹം എന്തോ പറഞ്ഞിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതും കൊടുത്ത കേസ് എന്തൊക്കെ ഒന്നുള്ള ഒരു കാര്യം ഇടുന്നുണ്ട്. പറയാം, സമയമുണ്ടല്ലോ. നീ ഒന്ന് വേഗം നിന്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോ കുട്ടാ, എൻ്റെ മുത്തേ, ചക്കര പൊന്നെ. കീമോക്കുട്ടൻ ദുബായിലിരിക്കുമല്ലേ? ദുബായി ഇരിക്കുന്ന കീമോക്കുട്ടൻ കാണാൻ വേണ്ടി റീൽ ഇടുമല്ലേ? എന്തിനാ രേണു ഈ പ്രഹസനം നടത്തുന്നത്? എന്തിനാ? നീ എൻ്റെ വീഡിയോ ആണെന്ന് എനിക്ക് നല്ലോണം. എന്തിന് പ്രഹസനം കാണിക്കുന്നത്? നീ ആ ഫോണൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടെ നീ എന്തോന്ന് ആലോചിക്ക്, നീ കാണിക്ക് എന്തോണെന്ന് ആലോചിക്ക്. കഷ്ടം, സത്യത്തിൽ പത്തറ്റിക് സിറ്റുവേഷനും ദയനീയ ദയ അനുകമ്പ ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരിക്കലും രോഗം ഉണ്ടല്ലോ നീ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടട്ടെ എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ അടുത്ത ആ സ്റ്റോറിക്കകത്ത് താണ്ട കണ്ടില്ലേ, സബ്സ്ക്രിപ്ഷൻ, എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ, ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട് എൻ്റെ കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ സബ്സ്ക്രിപ്ഷൻ വീണ്ടും അത് പോട്ടെ. ഇനി അത് വരുമാന മാർഗ്ഗമാണെന്ന് പറയാം. അത് വരുമാന മാർഗ്ഗമാണ് ഈ ഒരു അവസ്ഥയിലുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന്. അതുകൊണ്ട് അടുത്ത ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ? പണിയൊന്നുമില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പണിയൊന്നുമില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് ദൈവം ജനനം തന്നതെന്ന് അന്നേരത്തെ കമന്റ് ഇട്ടേക്കുന്ന അവൻ്റെ അടുത്ത് കമന്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു സ്റ്റോറി ഇട്ട് അവൻ്റെ പ്രൊഫൈൽ എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ കാണുന്നവർക്ക് എന്തായിരിക്കും വിചാരിക്കുന്നത്? രേണുവിനെ 10 തെറി വിളിക്കുമ്പോഴത്തേക്കിന് അവൻ്റെ കമന്റിന് താഴെ പോയിട്ട് അവൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് നീ ആരാടാ പറയാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു എമൗണ്ട് ഓഫ് ആൾക്കാരുടെ സപ്പോർട്ടൊന്നും കാണത്തില്ല. അവിടെ അതിൻ്റെ താഴെ അവൻ്റെ വരുന്നത് സൂപ്പർ അടിപൊളി ഗംഭീരം, ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയണം, അവർക്ക് അത് തന്നെ വേണം, അങ്ങനെ കമന്റ് വരത്തുള്ളൂ. അപ്പം എന്തോ ഈ കമന്റ് ഇടുന്നത് വീണ്ടും ഒരു 10 ഇടാനേ നോക്കത്തുള്ളൂ. അപ്പം നീ എന്തോ ഇന്ന് അതെടുത്ത് വെച്ച് വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കാണിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി കൊടുക്കുന്നു. വല്ല കാര്യമുണ്ടോ? അപ്പം അവരെന്തോ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നിന്റെ 2 വീഡിയോയിൽ അല്ല 3 വീഡിയോയിൽ വന്നിട്ട് 10 കമന്റ് ഇടാനായിട്ട് നോക്കും. കാരണം നീ പ്രൊമോഷൻ കൊടുക്കുമല്ലേ. ചിലപ്പോൾ അതിലൂടെ രേണുവിനെ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ അവനെ പോയി സബ്സ്ക്രൈബും ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഫോളോ ചെയ്യുമായിരിക്കും. ആ ഫോളോ ചെയ്യുമ്പോഴത്തേനും അവന്നു അത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി ഐഡിയ ആണല്ലോ, രേണു എടുത്ത് സ്റ്റോറി ഇട്ട് തരും, എനിക്ക് ഒരു കാര്യമില്ലാത്ത കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും. എന്തിനു വേണ്ടിയിട്ട് പെണ്ണേ? എന്തിനു വേണ്ടിയിട്ട്? ജെന്യുവിനായിട്ടൊന്ന് ആലോചിക്ക്, ഒന്ന് ചിന്തിച്ച് സ്വയബോധത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്ത് കാണിച്ച് അതിനകത്തായിരിക്കും ഇരിക്കുന്നത് എന്തുവാണെന്നുള്ളത്. ഇതിനകത്ത് ഇനി രേണുവിന് പറ്റിയ പ്രശ്നം എന്താണെന്നുള്ളത് വേറൊരു കാര്യം പറയാൻ വന്നത്. ഇപ്പം എൻ്റെ ചികിത്സ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കീമോ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത കീമോ മറ്റന്നാളാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ചെറിയ പ്രോഗ്രാമുകൾ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ കോൺടാക്ട് ചെയ്യും മാനേജറെ പറഞ്ഞാൽ. പക്ഷേ ഇത് കേട്ടതോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ഇളകി. നിങ്ങൾ ഇനാഗ്രേഷൻ വിളിക്കും, ഞാൻ വന്ന് ചെയ്യാന്ന്. ഈ കീമോ ചെയ്യുന്നവരും ഇങ്ങനെയുള്ള സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പൊതുവേ പുറമേ ഉള്ള ആൾക്കാർക്ക് ദർശനമൊന്നും കൊടുക്കുന്ന അല്ല. അവരാ രോഗാവസ്ഥ പെട്ടെന്ന് സർവൈവ് ചെയ്ത് തീർക്കുക. ആ ഒരു സർവൈവ് ചെയ്യുന്ന കാലയളവാണ് അവരുടെ ഏറ്റവും ദയനീയ അവസ്ഥ. ഇവർ റീലിട്ടോട്ടെ, അവർക്ക് അവരുടെ നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ഒരു ട്രാക്ക് ഒരു 3 വീക്സ് മുമ്പ് കൊന്തയും കുരിശും പിടിച്ചുകൊണ്ട് സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന രേണു ആ ട്രാക്ക് മാറ്റിയില്ലേ? ആ ദൈവഭക്തി ആയിരുന്നോ? അപ്പം ദൈവത്തിനോടുള്ള സാധനമായിരുന്നോ? എനിക്കെന്തോ മനസ്സിലായെന്നറിയോ? സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നു. ആ സാഹചര്യത്തിൽ ദൈവം വേണമായിരിക്കും. ആ സാഹചര്യത്തിൽ നിന്ന് മാറി വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേന് അപ്പോഴേ അത് മാറ്റി. ഇപ്പോൾ എവിടെയെങ്കിലും എടുത്ത് കുരിശിയോ കൊന്തോ ബാക്കിലൊരു പടമോ സാധനങ്ങളോ വരുന്നുണ്ടോ? ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നാളെ അല്ല അടുത്ത സ്റ്റോറി ആയിട്ട് വരുമായിരിക്കും. ഭയങ്കര ദയനീയമാണ് കേട്ടോ, ഭയങ്കര ദയനീയമാണ്. ഡോക്ടേഴ്സ് ഇന്നലെ എനിക്കൊരു ഇനോഗ്രേഷൻ വന്നു, നാളെ ഒരു ഇനോഗ്രേഷൻ ഉള്ളതായിരുന്നു തൃശ്ശൂർ. പക്ഷേ ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കത്തില്ല. അതങ്ങനെയാണ്. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് സത്യം പറഞ്ഞാൽ. സോ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവറായിട്ട് വരുമ്പോൾ നിങ്ങൾ എനിക്കുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തരുമെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനസ്സുകളുടെ സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയൊക്കെ കാണും. അതിപ്പോൾ രേണുവിന് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും
നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രമേ നമ്മൾ ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ല എന്നൊന്നും ഞാൻ എവിടെയും പറയാനായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ രേണു ഈ കാണിക്കുന്ന കാര്യങ്ങളിൽ ഹോസ്പിറ്റലുകാരെ ഇളകി, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് അത് ഇളകി. രേണുവിനെതിരെ പ്രശ്നമായിട്ടുണ്ട്. എനിക്കറിയാൻ സാധിച്ച അങ്ങനെ രേണുവിനെതിരെ ഈ ഒരു കാര്യത്തിൽ പ്രശ്നമായിട്ടുണ്ട്. രേണു ഈ കാണിക്കുന്ന പരിപാടികൾ, അതായത് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ മാറ്റി വെക്കേണ്ട ഒരു സ്ഥാനത്ത് രേണു ആ മുറിയിൽ ഇരുന്ന് കാണിക്കുന്ന പരിപാടികളും പുറത്തോട്ട് ഇറങ്ങി കാണിക്കുന്ന പരിപാടികളും അടുത്ത് വിഗ് വെക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ പേഷ്യൻറ്റ് വീണ്ടും പബ്ലിക്കിലേക്ക് ഇറങ്ങുവാണ്. അവരത്രയും സെക്യൂറായിട്ട് ഇല്ലേ, ഇൻഫെക്ഷൻ അടിക്കാതെ അത് എല്ലാവരും അങ്ങനല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു രോഗത്തെ ഇച്ചിരി ഭയത്തോടു കൂടിയും ഒരിക്കലും ആർക്കും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ വന്നവർ പോലും ഇനി എൻ്റെ ശത്രുവിന് പോലും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഇവർ ഇതേ കണക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് ഈ കാണുന്നവരെന്താ വിചാരിക്കുന്നത്? നമ്മുടെ അയൽക്കത്തെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ആർക്കും വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആരുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്? ഇതുപോലെ പബ്ലിസിറ്റിയോടുകൂടി നിൽക്കുന്ന രേണുവിനോടായിരിക്കും. കണ്ടോ, രേണുവിന് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഇറങ്ങി നടന്നുകൂടാ? ഇതൊക്കെ ചുമ്മാതാ. നോർമലൈസ് ചെയ്യുക. ഈ നോർമലൈസ് ചെയ്യുന്ന കാര്യമൊന്നും നമുക്കിവിടെ കാണണ്ട, നമുക്കിവിടെ ഒന്നും അറിയണ്ട. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ലേഡി, ആ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ലേഡിയിൽ എല്ലാ പോർഷനും വെക്കുന്നില്ല. 19 മിനിറ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു 6 മിനിറ്റ് ക്ലിപ്പ് എന്തോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് അവരാ വന്നതും ആ അറിഞ്ഞതും എന്താണെന്നുള്ളത് അത് കാണുമ്പോഴത്തേന് അതിൻ്റെ താഴെ പോയി നമുക്ക് 10 കമൻറ്റ് വെരി ഗുഡ്, അതായത് നിങ്ങൾ സർവൈവ് ചെയ്തല്ലോ, നിങ്ങൾ ഓവർകം. ഒരു വലിയൊരു കടൽ ഒരാൾ നീന്തി കിടക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഒരു കടലെടുത്ത് നീന്തി കടന്നു നമ്മൾ എന്തുമായിരിക്കും? നമ്മൾ അത്ഭുതത്തോടല്ലേ നോക്കുന്നത്. ആ ഒരു അത്ഭുതം അവിടെ ഫീൽ ചെയ്യൂടാ. എന്നാൽ അത്ഭുതം ഈ സമയത്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷനിലെ രേണുവിൻ്റെ പരിപാടിക്കകത്ത് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു വീഡിയോയുടെ കണ്ടുപോവാ. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ ക്യാൻസർ ആയിരുന്നു എനിക്കുള്ളത്. ആക്ച്വലി ട്രിപ്പിൾ നെഗറ്റീവ് മാത്രമല്ല, ഈസ്ട്രോജൻ പോസിറ്റീവ് ആയിരുന്നു, HER2 പോസിറ്റീവ് ആയിരുന്നു, ട്രിപ്പിൾ നെഗറ്റീവ് മെറ്റാപ്ലാസ്റ്റിക് കാർസിനോമ, സ്റ്റേജ് 3 ആയിരുന്നു. ഡയഗ്നോസ് ചെയ്ത സമയത്ത് സ്റ്റേജ് 2 ആയിരുന്നു. പക്ഷേ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം 1 മന്ത് എടുത്തു. എന്റെ കീമോതെറാപ്പി ആയിരുന്നു എനിക്ക് ആദ്യം അവർ നിശ്ചയിച്ചത്. കീമോയ്ക്ക് ശേഷം സർജറി, അതിനുശേഷം റേഡിയേഷൻ, പിന്നെ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാവരും ഡിപ്രസ്ഡ് മൂഡിൽ തന്നെയാണ്. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സങ്കടത്തിലാണ്. ഞാൻ പക്ഷെ പെട്ടെന്ന് ചെയ്തതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കിവിടെ ഒരു പ്രൈവസി ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രൈവസി മീൻസ് എന്റേതായിട്ടുള്ള ഒരു സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ഒരു സാഹചര്യം അല്ല നമുക്ക്. പ്രത്യേകിച്ച് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോവാണ്, ജീവിതം വേറൊരു ലെവലിലേക്ക് മാറുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയത്ത് ഇരിക്കാനോ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ഒന്നും ഒരു പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ എന്താണ്, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും ഒക്കെ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്താണ്. അപ്പൊ എനിക്കത് സങ്കടമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം. ഞാനിങ്ങനെ എന്റെ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു തമ്പുരാനോട്, പിതാവേ, നീ തന്ന ശരീരമാണിത്, ഇതിന്റെ ഭംഗി അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യം ഇതൊക്കെ ഇത്രയും നാളും നീ എനിക്ക് തന്നു. അതൊരു നിമിഷത്തേക്ക് നിനക്ക് ഞാൻ ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, ക്യാൻസർ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. ഈ ആരോഗ്യം തന്ന നിനക്ക് ആരോഗ്യം എടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ? അപ്പം എനിക്കതിലൊരു പരാതിയില്ല. പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. എന്റെ മനസ്സും ശരീരവും ഞാനിത് സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ സ്ട്രഗിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പം എനിക്ക് നിന്റെ സഹായം കൂടിയേ പറ്റൂ. അപ്പം നമ്മൾ ഈ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് എപ്പോൾ അവസാനിക്കുന്നോ, ഇതിന്റെ ഇമ്പാക്ട് എന്തോ ആണെങ്കിലും അത് തീരുന്നവരെയും നീ എന്റെ കൈ പിടിക്കണം എന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇത് ഓൾറെഡി ദൈവം റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കൂടെ പോകണം, അത് പുള്ളിയുടെ പദ്ധതിയാണ്. അപ്പൊ അത് നടന്നേ പറ്റും, എന്ത് സംഭവിച്ചാലും നടക്കും. അപ്പൊ അത് നടന്നു തീരണം എന്നുണ്ടെങ്കിൽ, അത് കഴിയണം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ആ ജേർണി കംപ്ലീറ്റ് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ. എന്റെ ആരോഗ്യം ദൈവം എനിക്ക് തിരിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. ഇനി നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് വരാം. അതിനുശേഷം ഞാൻ എന്റെ ബാക്ക് ടു ലൈഫ്, നോർമൽ ലൈഫിലേക്ക് തന്നെ പോയി. എങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത്, പെരുമാറുന്നത്, അതുപോലെ തന്നെ ഞാൻ ചെയ്തു. കാരണം ക്രിസ്മസ് സീസൺ ആണ്. ക്രിസ്മസിന്റെ അവസാനം നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് ആ ഒരു ശീലമുണ്ട്. അപ്പൊ ആ ക്രിസ്മസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഒരു ആഘോഷം, ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആവശ്യമായിരുന്നു. എന്റെ കുഞ്ഞിനെ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവളോട്
ക്യാൻസർ ആണോ, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയാനുള്ള ഒരു പറഞ്ഞാൽ തന്നെ എത്രത്തോളം ഉള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഡിസംബർ 24-ാം തീയതിയാണ് ബയോപ്സി അവർ തീരുമാനിച്ചത്. രാവിലെ 7:30 ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്ന്. നമുക്ക് ഒരുപാട് പ്ലാനുകളുള്ള ദിവസങ്ങളാണ് അതൊക്കെ അല്ലെ. ആ ക്രിസ്മസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഒരു ആഘോഷം, ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആവശ്യമായിരുന്നു. എന്റെ കുഞ്ഞിനെ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവളോട് ക്യാൻസർ ആണോ, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയാനുള്ള ഒരു പറഞ്ഞാൽ തന്നെ എത്രത്തോളം ഉള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഡിസംബർ 24-ാം തീയതിയാണ് ബയോപ്സി അവർ തീരുമാനിച്ചത്. രാവിലെ 7:30 ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാനുകളുള്ള ദിവസങ്ങളാണ് അതൊക്കെ അല്ലെ. നമ്മളെങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ഫുഡ് വെക്കണം, പള്ളിയിൽ പോകണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എല്ലാ വർഷത്തിൽ നിന്നും ഡിഫറെന്റ് ആണ്. അത് അങ്ങനെ നടക്കില്ല. ബയോപ്സി കഴിഞ്ഞ് വന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ റെസ്റ്റ് എടുക്കണോ, മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയോ ആയിക്കോട്ടെ, അതെനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു അസാധ്യമായ ഒരു ധൈര്യം ആ ഉറക്കത്തിന് ശേഷം എന്റെ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 24-ാം തീയതി രാവിലെ 7:30 ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. വിന്ററാണ്, ഭയങ്കര തണുപ്പ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കോവിഡ് ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് ഒന്നും അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കതിൽ ഓക്കെ ആയിരുന്നു. കാരണം അവരൊരു സത്യം പറഞ്ഞ ഒരു ഇമോഷണൽ ബേർഡൻ ആണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ഇങ്ങനൊരു സാഹചര്യത്തിൽ ക്യാൻസറും അതിന്റെ ട്രീറ്റ്മെന്റും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുമ്പോഴൊക്കെ ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് എന്റെ അറിവ് തന്നെ എനഫായിരുന്നു. എനിക്കറിയാം ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യത്തിനോ കൂടുതൽ ഉത്തരം പറയാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അന്ന് നിന്നിട്ടില്ല, ഇപ്പോഴും നിന്നിട്ടില്ല. ഓരോ അപ്പോയിന്റ്മെന്റിന് പോകുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നു, ഞാനത് കേൾക്കുന്നു. അത് എനിക്ക് എക്സ്പെക്ടഡ് ആണ്, ഇവരിതാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പൊ കൂടുതൽ ഒരു ചോദ്യത്തിനോ പറച്ചിലിനോ ഞാൻ നിന്നിട്ടില്ല. കാരണം നമ്മൾ അറിയും തോറും ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത്. എന്തോ എനിക്കത് മതി. ഞാൻ എന്റെ ഡോക്ടേഴ്സിനെ 100% വിശ്വസിക്കുന്നു. കാരണം വിശ്വസിച്ചു. ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൂരിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഒരു സൗഖ്യം. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ തൊടുന്നവരെല്ലാവരും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയവരായിരിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതിന്റെ കാരണം ആ ഹോസ്പിറ്റലിൽ ചെന്ന പല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടിയിരിക്കുന്നവരെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്, അവർ വരുമ്പോഴും പോകുമ്പോഴും അവരോട് ഇടപെടുന്നത്, എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് അവിടുന്ന് കിട്ടുന്ന ഫീൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് പോകുന്നതിന് മുമ്പൊക്കെ, ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്റെ പ്രാർത്ഥന ഇതാണ്: എന്നെ തൊടുന്നവരും എന്റെ അടുത്ത് വരുന്നവരും എന്നോട് സംസാരിക്കുന്നവരും നീ അയച്ച ആളായിരിക്കണമേ തമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അത് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്, അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ആ ഒരു പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഡോക്ടേഴ്സും ബ്ലസ്ഡ് ആയിരുന്നു. അവർ റിയൽ ഡോക്ടേഴ്സ് ആയിരുന്നു. ഐ മീൻ